ഓ, ഇനിയും നമ്മൾ ഈ ഭാഗവത ധ്യാനത്തിലൂടെ ദശമസ്കന്ധത്തിൽ തുടർന്നു വരുന്ന 24-ാമത്തെ അധ്യായം മുതൽക്കുള്ള കഥകളും വിശകലനം ചെയ്യുവാനായിട്ട് ആരംഭിക്കുന്നത്. 24-ാമത്തെ അധ്യായത്തിൽ ഗോവർദ്ധനോദ്ധാരണത്തെയാണ് വർണ്ണിക്കുവാനായിട്ട് ആരംഭിക്കുന്നത്. നമ്മുടെ ശ്രീകൃഷ്ണ ഭഗവാന്റെ വിവിധ ലീലകളാണ് നമ്മളിവിടെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഭഗവാന്റെ ലീലകൾ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് പറയുന്നത്? അതായത് പണ്ഡിത പാമര വ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യർക്കും ഈശ്വരനിൽ അനിർവചനീയമായ അവാച്യമായ ഒരാദരവും അനുഭൂതിയും അനുഭവവും കൈവരുവാനുള്ള ഉപായമായിട്ടാണ് വ്യാസമഹർഷി നമുക്ക് ശ്രീമദ് മഹാഭാഗവതമാകുന്ന പുരാണത്തെ സൃഷ്ടിച്ചു തന്നിരിക്കുന്നത്. ആയതിനെ നമ്മൾ ആയതിൻ്റെ ഗൗരവത്തോടുകൂടി തന്നെ അംഗീകരിക്കുകയും പിന്തുടരുകയും വേണം. ശ്രീകൃഷ്ണ ഭഗവാന്റെ 8-ാമത്തെ വയസ്സിൽ തുലാമാസത്തിലാണ് ഗോവർദ്ധനോദ്ധാരണം എന്ന ലീല നടന്നതെന്നാണ് പണ്ഡിതന്മാരായ ആചാര്യന്മാര് നമുക്ക് നിർദ്ദേശിച്ചു തന്നിരിക്കുന്നത്. ആ ഗോവർദ്ധനോദ്ധാരണം കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ അടുത്ത മാസമായ വൃശ്ചിക മാസത്തിലെ ഏകാദശി ദിവസത്തിലാണ് ഗോവിന്ദാഭിഷേകം കഴിഞ്ഞത്. അപ്പോ ഏകാദശിക്ക് ശേഷം ദ്വാദശി നാളില് വരുണലോകയാത്ര. അപ്പൊ ആ തുലാമാസത്തിലെ വാവിന് വൈകുണ്ഠ ലോക ദർശനം, പിന്നീട് ആ വൃശ്ചിക മാസത്തിലെ വസ്ത്രാപഹരണവും യജ്ഞപത്നി മോക്ഷവും നടക്കുന്നു. അപ്പൊ യജ്ഞപത്നി മോക്ഷത്തെയാണ് നമ്മളിപ്പോ ഇവിടെ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ടായത്. അവിടെ നമുക്ക് പ്രത്യേകിച്ച് കാണുവാൻ സാധിച്ചു, വേദവാദരഥന്മാരായ വൈദിക പുരോഹിതന്മാര് സാക്ഷാത് ഭഗവാൻ കൃഷ്ണൻ സാക്ഷാത് ഭഗവാനാണെന്ന് അവിടെ വെളിപ്പെടുത്തിയില്ലെങ്കിലും അവർ പണ്ഡിതന്മാരാകുമ്പോൾ ഒരു ജീവനെ അവർക്ക് തിരിച്ചറിയുവാൻ സാധിക്കേണ്ടതാണ്. ഇങ്ങനെ ഗോകുലത്തിൽ നിന്നും വന്ന അവിടെ ഭഗവാൻ കൃഷ്ണൻ, ആ കൃഷ്ണന് വേണ്ടിയിട്ടുള്ള ആഹാരമാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നതെന്ന് ചോദിച്ചിട്ടും വേദപണ്ഡിതന്മാര് ആ ഗോപബാലന്മാർക്ക് ഭക്ഷണം കൊടുക്കുകയുണ്ടായില്ല. ആ യജ്ഞപത്നിമാർക്ക് വിവേകവും അതുപോലെ ഗുരുകൃപയും ഉണ്ടായിരുന്നതിനാൽ അവർക്ക് ഭഗവാനെ തിരിച്ചറിയുവാൻ സാധിക്കുകയും അവർ യാതൊരു ലജ്ജയും അതുപോലെ അനാദരവും ഒന്നുമില്ലാതെ തന്നെ വളരെ ഭയഭക്തി വിശ്വാസ ബഹുമാനത്തോടുകൂടി ഭഗവാനെ ഭക്ഷണം കൊടുക്കുന്ന രംഗമെല്ലാം നമുക്കവിടെ കാണുവാൻ സാധിച്ചിരുന്നു. പിന്നീട് ഭഗവാന്റെ 9-ാമത്തെ തിരുവയസ്സിലാണ് ശരത്കാലത്ത് രാസലീല നടക്കുന്നത്. അങ്ങനെയാണ് ഈ ലീലകളുടെ ക്രമത്തെക്കുറിച്ച് ആചാര്യന്മാര് നമുക്ക് വ്യക്തമാക്കി തന്നിരിക്കുന്നത്. അപ്പോ ഞാനൊക്കെ ഭാഗവത സപ്തായജ്ഞം നടത്തുന്ന സാഹചര്യത്തിൽ 5-ാമത്തെ ദിവസത്തിലെ കഥയിലെ ഉച്ചയോടുകൂടിയിട്ടാണ് ഭഗവാന്റെ രാസലീലയെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അപ്പൊ അതുവരെയുള്ള കഥാഭാഗങ്ങൾ നമുക്ക് ചിന്തിക്കാം. കഥകൾ പറഞ്ഞതിന് ശേഷം അവയിൽ നിന്നും നമ്മൾ സ്വീകരിക്കേണ്ടതായിരിക്കുന്ന ആത്മീയ രഹസ്യത്തിന്റെ ആധ്യാത്മികമായ അതിൻ്റെ ഒരവബോധവും അറിയുവാൻ വേണ്ടിയിട്ട് യത്നിക്കാം. പിന്നെ നമുക്ക്
ഗോവർദ്ധന ഉദ്ധാരണം എന്ന് പറയുന്ന ഭഗവത് ലീലയെക്കുറിച്ച് ചിന്തിക്കാം. അതായത് ഒരു ദിവസം ഗോപന്മാരെല്ലാവരും ഇന്ദ്രയാഗത്തിന് വേണ്ടിയിട്ട് സാധനങ്ങൾ കൊണ്ടുവരികയാണ്. അപ്പോൾ ഇന്ദ്രൻ തനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഹവിസ്സുകളും തർപ്പണങ്ങളും മുതലായ ആ ഉപചാരങ്ങളെ കൊണ്ട് ഇപ്പോൾ അഹങ്കാരിയും ദുരഭിമാനിയുമായിട്ട് തീർന്നിരിക്കുകയാണ്. അപ്പോ സർവസാക്ഷിയായിരിക്കുന്ന ഭഗവാൻ ചിന്തിച്ചു, ഇതിങ്ങനെ വിട്ടുകൊടുത്താൽ അത് അപകടമാണ്. ഇന്ദ്രന്റെ അഹങ്കാരത്തെ ഒന്ന് ശമിപ്പിക്കണം. അതിന് ഒരു സൂത്രം, അതിനൊരു എന്താണ് സാധാരണ ആളുകളുടെ ഭാഷയിൽ പറഞ്ഞ അതിനൊരു പണി കൊടുക്കണം എന്ന് പറയുക. അതിനെ ആയിട്ടൊരു എന്താണ് ഒരു ഉപായം. അപ്പൊ ഭഗവാൻ എന്തായാലും ഈ ഇന്ദ്രന് നടത്തുന്ന ആ യാഗത്തിന് തയ്യാറെടുക്കുന്ന ആ സന്ദർഭത്തിൽ തന്നെ ഇന്ദ്രന്റെ അഹങ്കാരത്തിന് ഒരു അറുതി വരുത്തുവാനുള്ള ഒരു ലീല നടത്തുവാൻ വേണ്ടിയിട്ട് നിശ്ചയിക്കുകയാണ്. അപ്പോ ഭഗവാൻ ഒന്നും അറിയാത്ത ഇളയ ബാലനെ പോലെ അച്ഛനോട് ചോദിച്ചു, അല്ലയോ പിതാവേ, അങ്ങിപ്പോ നമ്മളെല്ലാവരും കൂടി ചെയ്യുവാൻ ഉദ്ദേശിക്കുന്ന ഈ ചടങ്ങിന്റെ, ഈ കർമ്മത്തിന്റെ, ഈ യാഗത്തിന്റെ ഉദ്ദേശം എന്താണ്? അങ്ങ് ഈ ചടങ്ങ് ആരെ ഉദ്ദേശിച്ചിട്ടാണ് ചെയ്യുന്നത്? എല്ലാം എനിക്ക് അങ്ങയിൽ നിന്നും വിശദമായിട്ട് അറിയണമെന്ന് ആഗ്രഹമുണ്ട്. നോക്കൂ, എല്ലാം അറിയുന്ന ഭഗവാൻ ഇപ്പൊ ഇവിടെ മനുഷ്യഭാവത്തിൽ ലീല നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഭഗവാന്റെ ജിജ്ഞാസ നിറഞ്ഞ ഈ ചോദ്യം നമ്മുടെ സംസ്കാരത്തിൽ ആഴത്തിൽ വിശ്വസിക്കുന്ന ആളുകളുമൊന്ന് തിരിച്ചറിയേണ്ടതാണ്. നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് ഒത്തിരി ആചാര്യങ്ങളും അതുപോലെ ചടങ്ങുകളും അനുഷ്ഠാനങ്ങളും ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ഇത് എന്തിനു വേണ്ടിയാണ്? ഇതിന്റെ പിറകിലുള്ള ആത്മീയ രഹസ്യം എന്താണ്? ഇതിൽ നിന്നും നമ്മൾ ആർജിക്കേണ്ടതായിരിക്കുന്ന അവബോധം, ശുദ്ധബോധം എന്താണ്? ഇപ്പൊ നിജമായി സദാ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന തന്റെ ആത്മചൈതന്യത്തെ ബോധിക്കുവാൻ, പ്രകാശിപ്പിക്കുവാൻ ഈ ചടങ്ങുകളിൽ വല്ല ശാസ്ത്രീയതയുമുണ്ടോ? വല്ല ഉദ്ദേശവുമുണ്ടോ? ഇതെല്ലാം നമ്മളും അന്വേഷിച്ചറിഞ്ഞ് അതിനാദരപൂർവം ശ്രദ്ധയോട് കൂടിയിട്ട് ആചരിക്കണം. കണ്ടില്ലേ, ഇവിടെ ഭഗവാൻ കൂടി എന്താണ് ഇവിടെ നടത്തുന്നതെന്ന് വ്യക്തമായിട്ട് അറിഞ്ഞിട്ടും അത് ചെയ്തുകൊണ്ടിരിക്കുന്ന മുതിർന്ന ആളുകളോട് വേണം ആചാര്യത്തെക്കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കാൻ. നമുക്ക് എത്ര അറിവോ പാണ്ഡിത്യമോ വിവരമോ എന്തോ ഉണ്ടായിക്കൊള്ളട്ടെ, ആ ആത്മീയ ദൃഷ്ടിയിൽ പ്രായത്തിനും കാലത്തിനുമൊന്നും പ്രസക്തിയില്ല. എന്നാൽ ഭൗതിക ദൃഷ്ടിയിൽ അതുണ്ട്. അപ്പൊ തന്നേക്കാൾ മുതിർന്ന ആളുകൾ അത്തരം ചടങ്ങുകൾ അവര് അതിന്റെ ശാസ്ത്രീയത മനസ്സിലാക്കിയിട്ടോ മനസ്സിലാക്കാതെയായിരിക്കാം ഒരു പക്ഷേ ആചരിക്കുന്നത്. എങ്കിലും അവർക്കതിനൊരു ശീല്, ഒരു വഴമൊഴി അല്ലെങ്കിൽ ഒരു ഐതിഹ്യം ചോദിച്ചാൽ പറയാനുണ്ടായിരിക്കും. അവയെല്ലാം നമ്മൾ ശ്രദ്ധാപൂർവം അന്വേഷിച്ചറിയേണ്ടതാണ്. അറിയുന്ന കാര്യങ്ങളെ നമ്മൾ എഴുതി വരുന്ന തലമുറയ്ക്കും പകർന്നു കൊടുക്കേണ്ടതാണ്. അതങ്ങനെ പകരുന്നതിനോടൊപ്പം അവിടെ നമ്മുടെ അറിവും വികസിപ്പിച്ച് അതിനെ വർത്തമാനകാലത്തിലുള്ള അതിൻ്റെ പ്രസക്തി, ഭാവി കാലത്തിൽ അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതിൻ്റെ ആവശ്യകത, ഈ പ്രാധാന്യങ്ങളൊക്കെ വെളിപ്പെടുത്തിക്കൊണ്ട് വേണം നമ്മൾ ആ അറിവുകളെ
വരും തലമുറകൾക്ക് പകർന്നു കൊടുക്കാൻ. കണ്ടോ, ഇവിടെ ഇപ്പൊ ഭഗവാൻ കൂടി ചോദിക്കുകയാണ്, എന്തിനു വേണ്ടി ഇത് ചെയ്യുന്നു, എന്താണ് ഇതിന്റെ ഉദ്ദേശം. അപ്പോ നന്ദഗോപർക്ക് സന്തോഷമായി. തന്റെ പുത്രന്റെ വാക്ക് കേട്ടപ്പോൾ സന്തോഷമാണ് ഉണ്ടായത്. എന്തായാലും പുത്രൻ സംശയം ചോദിച്ചിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് പുത്രന്റെ സംശയത്തെ തീർക്കാൻ വേണ്ടിയിട്ട് നന്ദഗോപര് മറുപടി പറയുവാനായിട്ട് തീരുമാനിച്ചു. മോനെ, നമ്മൾ പശുക്കളെ കൊണ്ട് ഉപജീവനം നടത്തുന്നവരല്ലേ. നമ്മുടെ പശുക്കളെ വളരെ ആരോഗ്യത്തോടും സംതൃപ്തിയോടും കൂടി വളരണമെങ്കിൽ എന്ത് വേണം? പശുക്കൾക്ക് ആവശ്യമായിരിക്കുന്ന അന്നം, പുല്ലും അതുപോലെ ജലം, വെള്ളം, ഇതൊക്കെ നമുക്ക് സുലഭമായിട്ട് ലഭിക്കണം. വേണ്ടേ? അത് അത്യാവശ്യമാണ്. അത്യാവശ്യമായ ആ ആവശ്യങ്ങൾ നടക്കണമെങ്കിൽ എന്ത് വേണം? വർഷം നമുക്ക് ശരിയായിട്ടുണ്ടാകണം. വർഷിക്കാൻ പറയുന്ന സമയത്ത് വർഷിക്കണം. ആ ഋതുക്കളാണല്ലോ നമുക്ക് പറയുന്നത്. ആ ഋതുക്കളെല്ലാം ആ ഋതുക്കളുടേതായിരിക്കുന്ന ധർമ്മത്തെ അതിൻ്റേതായിരിക്കുന്ന രീതിയിൽ തന്നെ തുടരണം. അപ്പോഴാണ് നമുക്ക് ആവശ്യത്തിന് വെള്ളവും വെളിച്ചവും സമൃദ്ധിയുമൊക്കെ ലഭിക്കുക. അപ്പോ മുൻ അറിയുമായിരിക്കുമോ, ഇല്ലെങ്കിൽ കേട്ടുകൊള്ളൂ. നമ്മുടെ ഈ മഴയുടെ ഉടമസ്ഥൻ വാസ്തവത്തിൽ ആരാണെന്നറിയാമോ? ഇന്ദ്രനാണ്. ഇന്ദ്രന്റെ കൽപ്പനയ്ക്കനുസരിച്ചിട്ടാണോ വരുണൻ വർഷിക്കുന്നത്. ദേവലോകാധിപതിയായ സ്വർഗാധിപതിയായ ദേവേന്ദ്ര ഇന്ദ്രലോക രാജാവായ ദേവ ഇന്ദ്രന്റെ ആദേശമനുസരിച്ചിട്ടാണ് വരുണൻ വർഷിക്കുന്നതും വർഷിക്കാതിരിക്കുന്നതും. അപ്പൊ ഇന്ദ്രനെ തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ യാഗം ചെയ്യുന്നത്. ഭഗവാൻ ഇന്നത്തെ യുക്തിവാദികളെ പോലെയും നിരീശ്വരവാദികളെ പോലെയും ചില അഭിപ്രായങ്ങൾ മുന്നോട്ട് വെച്ചു. ആ സമയത്ത് നമുക്ക് പ്രത്യക്ഷമായിട്ട് കണ്ടറിയാൻ കഴിയാത്ത ഒരു ഇന്ദ്രൻ, ഒരു സ്വർഗ അതിദേവൻ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നതിൽ എന്താണ് ഔചിത്യമുള്ളത്? അതിൽ എന്താണ് അർത്ഥമുള്ളത്? അതിൽ എന്താണ് യുക്തിയുള്ളത്? ഉണ്ടെങ്കിൽ തന്നെ ഇനിയിപ്പോ അങ്ങനെ ഒരു അധിപതി നാഥൻ ഉണ്ട് എന്ന് തന്നെ ഇരിക്കട്ടെ. അങ്ങനെ ഉണ്ടെങ്കിലും കർമ്മം ചെയ്യുന്നവർക്ക് ഫലം കൊടുക്കുവാനല്ലേ ഈ ഇന്ദ്രനെ കൽപ്പുള്ളൂ. കാരണം കർമ്മം ചെയ്യുന്നവർ നൽകുന്ന കർമ്മത്തിന്റെ ഫലമായി സ്വീകരിക്കുന്ന ഹവിസ് ദ്രവ്യങ്ങൾ, അപ്പൊ അതിൽ സംതൃപ്തി കൊള്ളുന്നത് കൊണ്ട് പ്രതിഫലം, പ്രത്യുപകാരം എന്ന രീതിക്ക് ഇന്ദ്രൻ ആ ദൗത്യത്തെ പൂർത്തീകരിക്കുക മാത്രമല്ലേ ചെയ്യുന്നത്. അപ്പോ കർമ്മത്തിന് ഫലം കൊടുക്കുവാൻ മാത്രമേ ഇന്ദ്രന് ശക്തിയുള്ളൂ എന്നല്ലേ ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അപ്പൊ ഇന്ദ്രനേക്കാൾ ശക്തി ധർമ്മത്തിനാണ്, കർമ്മത്തിനാണ് എന്ന് വന്നില്ലേ? ഇന്ദ്രനേക്കാൾ ശക്തി ധർമ്മം ആചരിക്കുന്നതിലാണ്. മർത്യൻ, മനുഷ്യൻ അവന്റെ സ്വധർമ്മം ആചരിച്ച് ജീവിക്കുക. അപ്പൊ സ്വധർമ്മം ആചരിച്ച് ജീവിക്കുമ്പോൾ ആയതിന്റെ ഫലം
അതിൻ്റെ അതിദേവന്മാര് തന്നുകൊണ്ടിരിക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പോ കർമ്മമാണ്, അതായത് ധർമ്മമാണ് വലുത് എന്നിവിടെ വന്നിരിക്കുന്നു. അപ്പൊ സത്കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് ആ കർമ്മം തന്നെ ഫലം കൊടുക്കുന്നുണ്ട്. കർമ്മം ഫലം കൊടുക്കുന്നത് കണ്ട് എന്താണ്? അതിലൊരു മധ്യവർത്തിയുടെ ആവശ്യമുണ്ടോ? മധ്യവർത്തിയായിട്ട് നിൽക്കുന്ന ഒരു ഇന്ദ്രന്റെ ആവശ്യം ഇവിടെ എന്താണ്? അച്ഛനത് ചിന്തിച്ചു നോക്കൂ. നമ്മുടെ പശുക്കൾക്ക് ആവശ്യമായിരിക്കുന്ന പുല്ലും വെള്ളവും പ്രത്യക്ഷത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ദൃഷ്ടിയിൽ, നമ്മുടെ അറിവിൽ ആരാണ് തന്നുകൊണ്ടിരിക്കുന്നത്? ഗോവർദ്ധന പർവ്വതമല്ലേ? അപ്പോ ഇവിടെ ഈ ഗോവർദ്ധന പർവ്വതമാണ് നമുക്ക് ആവശ്യമായിരിക്കുന്ന പുല്ലും ജലവും നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിന് പ്രചോദകമായിരിക്കുന്നത് എന്താണ്? ബ്രാഹ്മണരുടെ, പുരോഹിതന്മാരുടെ ധർമ്മമാണ്, കർമ്മമാണ്. പുരോഹിതന്മാർ അവർ സൽക്കർമ്മം ചെയ്യുന്നത് കൊണ്ടല്ലേ നമുക്ക് മഴ പെയ്ത് പുല്ലും വെള്ളവും എല്ലാം ഉണ്ടാകുന്നത്. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ഗോവർദ്ധന പർവ്വതത്തെയും ബ്രാഹ്മണരെയും പശുക്കളെയും പൂജിക്കുകയല്ലേ ചെയ്യേണ്ടത്? പ്രത്യക്ഷമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ അനുഭവത്തിൽ അല്ലെങ്കിൽ നമ്മുടെ നോട്ടത്തിൽ അല്ലെങ്കിൽ നമ്മുടെ അറിവിൽ എന്താണ്? ബ്രാഹ്മണര്, അതായത് പുരോഹിതര് അല്ലെങ്കിൽ അറിവുള്ളവര് ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലമായിട്ട് നമുക്ക് സമയാസമയം മഴയും വെയിലും എല്ലാം ലഭിക്കുകയാണ്. അപ്പോ അതിന്റെ ഫലമായിട്ട് പശുക്കള് അവരുടേതായിരിക്കുന്ന ഗോരസങ്ങൾ നമുക്ക് സുലഭമായിട്ട് നൽകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പ്രത്യക്ഷത്തിൽ അതല്ലേ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാ സമസ്താ സുഖിനോ ഭവന്തു. പശുക്കളും ബ്രാഹ്മണരും അല്ലേ, ഇവരൊക്കെയല്ലേ ഗോവർദ്ധന പർവ്വതം ഭൂമിയെ അഭിവൃദ്ധിയിലേക്ക് നയിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇവരെയല്ലേ ആദരിക്കേണ്ടത്. കാരണം അവർ അറിവുള്ളതായതുകൊണ്ട്, പ്രത്യേകിച്ച് ബ്രാഹ്മണ പുരോഹിതന്മാര്, ദേവന്മാർക്ക് ആവശ്യമായത് അവർ നൽകിക്കൊള്ളും. നമ്മളെന്തിനാണ് നേരിട്ട് കൊടുക്കുന്നത്? ഇനി അവര് നമുക്ക് ഉപദേശിച്ച് തരുന്ന ആ ആചാരങ്ങള്, ആ ഉപാസനകൾ, ആ അനുഷ്ഠാനങ്ങള് നമ്മൾ ആചരിക്കുക മാത്രമല്ലേ ചെയ്യേണ്ടതായിട്ടുള്ളൂ. ഇങ്ങനെയൊക്കെ കാലസ്വരൂപിയായ ഭഗവാൻ പറയുന്നത് കേട്ടപ്പോഴോ നന്ദാദി ഗോപന്മാർക്കെല്ലാം തന്നെ ആ കാലസ്വരൂപിയായ ഭഗവാന്റെ വചനത്തിന്, വാക്കിന് വളരെയധികം വിശ്വാസം ഉണ്ടായി. അപ്പോൾ അവര് ഗോവർദ്ധനയാഗം, വിപ്രപൂജ, ഗോപൂജ ഇങ്ങനെ ചെയ്യുവാൻ അവർ അവിടെ തീരുമാനമുണ്ട്. അപ്പൊ നമ്മളിനിപ്പോ എന്താണ് ചെയ്യുവാൻ പോകുന്നത്? നമ്മളെ ഗോവർദ്ധനത്തെ യാഗത്തിലൂടെ സംതൃപ്തമാക്കുന്നു. വേദപണ്ഡിതന്മാരായ, ധർമ്മം അറിഞ്ഞ് ധർമ്മം ആചരിക്കുന്ന, ഉപാസിക്കുന്ന മഹർജനങ്ങളെയും അതുപോലെ പ്രത്യക്ഷമായി നമുക്ക് ആവശ്യമായിരിക്കുന്ന ഉൽപ്പന്നങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന പശുക്കളെയും നമുക്ക് ഈ വർഷം പൂജിക്കാം, അവരെ നമുക്ക് തൃപ്തിയാക്കാം എന്ന് ഭഗവാന്റെ
വചനത്തെ അനുസരിച്ച് നമ്മുടെ വൃന്ദാവനവാസികളെ, അത് ഗോകുലവാസികളെ, അതായത് നന്ദഗോപാദികളെ തീരുമാനമെടുത്തു. അങ്ങനെ അവര് ഈ യാഗത്തിന് വേണ്ടിയിട്ടുള്ള വട്ടങ്ങൾ കൂട്ടി, ഒരുക്കുകൾ കൂട്ടി, ഗോവർദ്ധനത്തിന് ബലികളർപ്പിച്ചു. അവർ ബ്രാഹ്മണ പൂജയും ഗോപൂജയും നടത്തി. ആ ആബാലവൃദ്ധം ജനങ്ങളും ഗോവർദ്ധനത്തിന് പ്രദക്ഷിണം ചെയ്ത് നമസ്കരിച്ചു. അപ്പോഴോ ഈ കർമ്മത്തിൽ ജനങ്ങൾക്കെല്ലാം വിശ്വാസം വരുത്തുവാൻ വേണ്ടിയിട്ട് ഭഗവാൻ എന്ത് ചെയ്തു? അവരുടെ ഇടയിൽ ഭഗവാൻ നിൽക്കുന്നുണ്ട്. കാരണം ഭഗവാനെ എത്ര രൂപവും എടുക്കാമെന്ന് നമുക്ക് ഒത്തിരി സന്ദർഭങ്ങളിൽ വ്യക്തമായിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് വത്സസ്തേയം, ബ്രഹ്മദേവന്റെ ആ പശുക്കുട്ടികളെ മറയ്ക്കുന്ന ലീലയിൽ നമുക്ക് വളരെയധികം വ്യക്തമായിട്ടുള്ളതാണ്. ഉറികളും പുല്ലുകളും പുൽക്കൊടികളും എല്ലാമായിട്ട്, മണലും എല്ലാമായിട്ട് ഭഗവാൻ തന്നെ പരിണമിച്ച ആ അത്ഭുതകരമായ സംഭവം നമുക്ക് അവിടെ വ്യക്തമായിട്ടും അറിയുവാൻ സാധിച്ചു. ഇവിടെ ഭഗവാനോ, ഇവരുടെ ഇടയിലുള്ള ഭഗവാൻ വേറെ രൂപത്തിൽ, മനുഷ്യരൂപത്തിൽ ഗോവർദ്ധന മുകളിൽ അങ്ങോട്ട് പ്രത്യക്ഷമായിട്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞു. എന്താ പറഞ്ഞത്? ഞാൻ ഗോവർദ്ധന ദേവതയാണ്, ബലികളുള്ളതെല്ലാം അർപ്പിക്കുമേ. ഇത് കേട്ട് ഗോപന്മാരി പായസം, അപ്പം, എള്ളുണ്ട, മുറുക്ക് തുടങ്ങിയ നിവേദ്യ സാധനങ്ങളെല്ലാം പ്രത്യക്ഷ ഗോവർദ്ധനത്തിന് കൊടുത്തു. ഭഗവാൻ അതെല്ലാം മേടിച്ച് കഴിച്ച് സന്തുഷ്ടനായിട്ട് പറഞ്ഞു, എനിക്ക് വളരെ തൃപ്തിയായി. ഞാൻ തൃപ്തനായതുകൊണ്ട് ഏതാപത്തിൽ നിന്നും നിങ്ങളെ ഞാൻ സംരക്ഷിച്ചു കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഗോവർദ്ധനം അവിടെ, ആ ഗോവർദ്ധന ദേവത അന്തർധാനം ചെയ്യുകയും ചെയ്തു. അപ്പൊ ആ ഗോവർദ്ധന പർവ്വതത്തിന്റെ മഹിമയോർത്ത് അത്ഭുതപ്പെട്ട് ഗോപന്മാരെല്ലാവരും ഭഗവാനോടും കൂടിയിട്ട് വ്രജത്തിലേക്ക് അങ്ങോട്ട് തിരിച്ച് മടങ്ങിപ്പോവുകയും ചെയ്തു. ആ ശ്രീകൃഷ്ണനെ ആശ്രയിച്ച് ഗോപന്മാര് തന്റെ യാഗം മുടക്കിയതറിഞ്ഞപ്പോഴോ ദേവേന്ദ്രൻ വളരെയധികം കോപിച്ചു. കോപിഷ്ഠനായ ദേവേന്ദ്രൻ ശ്രീമതം കൊണ്ട് അന്ധന്മാരായിരിക്കുന്ന ഗോപന്മാരെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് തീരുമാനിക്കുകയാണ് ഉണ്ടായത്. ആ തീരുമാനത്തിൽ നിന്നും വലിയൊരു ക്രൂരകൃത്യം തന്നെ ചെയ്യുവാൻ ഇന്ദ്രൻ ആഗ്രഹിച്ചു. അങ്ങനെ പ്രളയകാലത്തിൽ പെയ്യുന്ന മഴക്കാറുകളെ അഴിച്ചുവിട്ട് ഗോകുലത്തെ പ്രളയജലത്തിൽ കലക്കുവാൻ കൽപ്പിക്കുകയാണ് നമ്മുടെ ഇന്ദ്രൻ ചെയ്തത്. ഇന്ദ്രന്റെ ആജ്ഞ അങ്ങോട്ട് കേട്ടപ്പോഴോ ആ കറുത്തിരുണ്ട മഴക്കാറുകൾ ആകാശത്തിൽ ഇടിച്ചു കയറി. കാറ്റുകൊണ്ടോ ഇടിശബ്ദം കൊണ്ടോ ആ വൃന്ദാവനത്തിൽ അന്തരീക്ഷം കലുഷിതമായി, വളരെയധികം പ്രക്ഷുബ്ധമായി. തൂണിന്റെ വലുപ്പത്തിൽ ധാരമുറിയാതെ ഭയങ്കരമായിട്ടുള്ള മഴ പെയ്യുവാൻ തുടങ്ങി. ഇന്ദ്രകോപത്തിൽ ഭയപ്പെട്ട് മഴ കൊണ്ട് തണുത്ത് വിറച്ച് അവശതയിൽപ്പെട്ട ഗോപന്മാരും പശുക്കളും ഭഗവാനെ ശരണം പ്രാപിച്ചു. അപ്പോഴോ ആ ആശ്രിതവത്സലനായ കരുണാമൂർത്തിയായ ഭഗവാൻ എല്ലാവരെയും കൂട്ടി ഗോവർദ്ധനത്തിന്റെ അടുത്തേക്ക് ചെന്നു. ഗോവർദ്ധനത്തിന്റെ അടുക്കിലേക്ക് ചെന്നിട്ടോ ഇടത്തെ തൃക്കൈ കൊണ്ട് ഗോവർദ്ധനത്തെ പൊക്കിപ്പിടിച്ചു. കുട്ടികളെ ഊണെടുത്ത് പൊക്കുന്നത് പോലെ അത്രയും
നിഷ്പ്രയാസമായിരുന്നു ഭഗവാന്റെ ആ ലീല. വ്രജവാസികളെല്ലാം ഭഗവാൻ ആ പർവ്വതത്തിന്റെ ചുവട്ടിൽ മഴ കൊള്ളാതെ നിന്നുകൊള്ളുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അപ്പൊ നമ്മൾ മഴയെല്ലാം പെയ്യുമ്പോൾ കുട നിവർത്തി പിടിക്കും എന്ന പോലെ ആ ഗോവർദ്ധന പർവ്വതത്തെ തന്നെ ഒരു കുടയാക്കിയിട്ട് ഭഗവാൻ പിടിച്ചു. അങ്ങനെ എന്താണ് 7 വയസ്സ്. ഭഗവാന്റെ തിരുവയസ്സ് എത്രയാണ്? കാരണം ഇപ്പൊ നമ്മൾ ഇതിന്റെ തുടക്കത്തിൽ പറഞ്ഞ് 8ാമത്തെ വയസ്സിൽ നടന്നതാണ് എന്ന്. അപ്പൊ ഭഗവാന്റെ പൂർവികന്മാർ പറഞ്ഞിരിക്കുന്ന ഗ്രന്ഥങ്ങൾ, അതിന് വ്യാഖ്യാതാക്കന്മാരുടെ വ്യാഖ്യാനം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. കുഴപ്പമില്ല, 1, 2 കാരണം ഈ അദ്വൈതമല്ലാത്ത ഏതൊരു നിർദ്ദേശത്തെയും, പ്രത്യേകിച്ച് നമ്മൾ ഈ ദ്വൈതത്തെയൊക്കെ, കാരണം ഈ ശരീരത്തെയും പ്രപഞ്ചത്തെയൊക്കെ വാസ്തവത്തിൽ വേദാന്ത ദൃഷ്ടിയിൽ ഇല്ലാത്തതായിട്ടാണ് പറയുന്നത്. അപ്പൊ ഇല്ലാത്തതായിരിക്കുന്ന ഒരു വിഷയത്തെ പറയുമ്പോൾ അതിൽ പരസ്പര വിപരീതങ്ങളായിരിക്കുന്ന ആശയങ്ങൾ ഉള്ളതുപോലെ നമുക്ക് തോന്നും. അത് സ്വാഭാവികമാണ്. കാരണം ഇല്ലാത്തതിനെ കുറിച്ചാണ് പറയുന്നത്. ഉള്ളതിനെ കുറിച്ച് സത്യത്തിലൊന്നും പറയാല്ല. ഉള്ളത് ഇന്ദ്രിയാതീതമാണ്, ഇന്ദ്രിയ പ്രത്യക്ഷമല്ല. ഇന്ദ്രിയ പ്രത്യക്ഷമായിട്ടുള്ളതിനല്ല നമ്മളിവിടെ ഉള്ളതായിട്ട് പറയുന്നത്. അപ്പൊ ഇന്ദ്രിയാതീതമായിട്ട്, ഇന്ദ്രിയ പ്രത്യക്ഷത്തിനും അതീതമായിട്ട് പ്രകാശിക്കുന്ന പരമചൈതന്യ രഹസ്യത്തെയാണ് നമുക്ക് വാസ്തവത്തിൽ തിരിച്ചറിയുവാനുള്ളത്. അപ്പൊ നമ്മുടെ വിശദീകരണങ്ങളൊന്നും വാസ്തവത്തിൽ അതിനു വേണ്ടിയിട്ടുള്ളതല്ല. അപ്പോ അതിലേതെങ്കിലും തരത്തിലുള്ള എന്താണ് ഇച്ഛാർച്ചയില്ലായ്മ ചിലപ്പോൾ നമുക്ക് അതിന്റെ വിശകലനത്തിൽ നോക്കുമ്പോൾ കണ്ടെത്തുവാൻ സാധിക്കും. അതിനെയൊന്നും നമ്മൾ വലിയ പ്രസക്തി കൊടുക്കേണ്ടതായിട്ടില്ല. നമ്മുടെ ലക്ഷ്യം ഇവിടെ എന്താ വെച്ചാൽ ധർമ്മസംഗ്രഹം, ലോകശാന്തി. ലോകത്തിലെ ജാതിമത രാഷ്ട്രീയങ്ങൾക്ക് അവയുടെ പേര് പറഞ്ഞ് പരസ്പരം കലഹിച്ചുകൊണ്ടും അതുപോലെ അക്രമ കർമ്മങ്ങൾ ചെയ്തും ജീവിക്കുന്ന ജനതകളെ നമ്മൾ സദാചാരം, സദ്ധർമ്മം ആചരിച്ച് ധർമ്മങ്ങളുടെ ഒരു ഏകീകരണത്തിലൂടെ ഇവരെല്ലാം ഒരുമിപ്പിച്ച് ശാന്തി, സമാധാനം, സമൃദ്ധി ഇത് ലോകത്തിൽ പുലർത്തുവാനുള്ളവരെ ഉപദേശമാണ്, ധർമ്മമാണ് നമ്മൾ ഇത്തരം സദ്ഗ്രന്ഥങ്ങളിലൂടെയെല്ലാം ലോകത്തിനെ ബോധിപ്പിക്കേണ്ടത്. അല്ലാതെ ഈ സദ്ഗ്രന്ഥങ്ങൾ നമ്മൾ നിർദ്ദേശിച്ചുകൊണ്ട് ആ വൈഷ്ണവം, ശാക്തേയം, ശൈവം, സൗരം, ഗാണപത്യം എന്നൊക്കെയുള്ള രീതിയിൽ ഇതിനെ തന്നെ വ്യത്യസ്ത മതങ്ങളായിട്ട് അങ്ങോട്ട് വ്യാഖ്യാനിച്ച് വിഷ്ണുവാണ് വലുത്, ശിവനാണ് വലുത്, ദേവിയാണ് വലുത്, വലുത്, ചെറുത്, ശരി, തെറ്റ്, ധർമ്മം, അധർമ്മം, പാപം, പുണ്യം ഇങ്ങനെയെല്ലാം പറഞ്ഞ് ജനതകളെ പരസ്പരം ഭിന്നിപ്പിക്കാനോ അടുപ്പിക്കുവാനോ വേണ്ടിയിട്ടായിരിക്കരുത് നമ്മൾ ഈ ധർമ്മസംഹിതകൾ അഭ്യസിപ്പിക്കുന്നത്. ഇത് നമുക്ക് എല്ലാ കാലത്തും ഓർമ്മ വേണം. ആ ഓർമ്മയോട് കൂടിയിട്ട് നമ്മൾ മുന്നിലേക്ക് പോകുമ്പോൾ മാത്രമാണ് ഋഷി ഉദ്ദേശിച്ചിരിക്കുന്ന ധർമ്മം അല്ലെങ്കിൽ ഋഷി ചെയ്ത യത്നം സഫലമാവുകയുള്ളൂ. അപ്പോ ഭഗവാൻ 7 ദിവസം ഒരേ കയ്യിൽ പർവ്വതം വഹിച്ചു കൊണ്ടുവന്നു. പ്രാസം ഒപ്പിച്ച് പറഞ്ഞതാവുന്നുണ്ട് 7 ദിവസം എന്ന് കുടയാക്കിയിട്ട് അങ്ങനെ പിടിച്ചു നിന്നു എന്നുള്ളതാണ്. അപ്പോ അങ്ങനെ ജഗന്മോഹനമായ ഭഗവൻ സ്വരൂപം കണ്ട് ആനന്ദിച്ചുകൊണ്ട് നിന്ന വ്രജവാസികളെ സമയം പോയതോ ദേഹധർമ്മങ്ങളോ ഒന്നും അറിഞ്ഞില്ല. ദേഹധർമ്മങ്ങൾ അറിഞ്ഞില്ല എന്ന് വെച്ചാൽ എന്താണ്? വിശപ്പ്, ദാഹം, ശോകം, മോഹം, അതുപോലെയുള്ള ആ ദേഹ കാര്യങ്ങളെല്ലാം
അവർ ഭഗവാൻ ഈ ഗോവർദ്ധനത്തെ കുടയാക്കി പിടിച്ചിരുന്ന അത്രയും കാലം സമയം തിരിച്ചറിഞ്ഞില്ല എന്നുള്ളതാണ്. ദേവേന്ദ്രൻ അപ്പോഴെന്താണ്, ഐരാവതത്തിൽ കയറി ആകാശത്തിൽ വന്നു നിന്ന് നോക്കിയപ്പോഴോ ദേവേന്ദ്രന്റെ ഉദ്ദേശം നിഷ്ഫലമായത് കണ്ട് അറിയുകയാണ്. അപ്പോൾ ലജ്ജിക്കുക മാത്രമല്ല, ഭയപ്പെടുകയും ചെയ്തു. കാരണം ഭഗവാൻ ഇനി തിരിച്ച് ശപിക്കുകയോ എന്തെങ്കിലും ചെയ്താൽ പ്രശ്നമാണ്. അങ്ങനെ അഹങ്കാരം നശിച്ച ഇന്ദ്രൻ മഴക്കാറുകളെ പിൻവലിച്ച് സ്വർഗലോകത്തിലേക്ക് തിരിച്ചുപോയി. വർഷങ്ങളെല്ലാം ശമിക്കുകയും അങ്ങനെ ആകാശം തെളിയുകയും ചെയ്തു. ആകാശം തെളിഞ്ഞത് കണ്ട് ഭഗവാൻ വ്രജവാസികളെ പർവ്വതത്തിന്റെ ചുവട്ടിൽ നിന്നും പുറത്തേക്ക് ഇറക്കി. അങ്ങനെ എല്ലാവരും കണ്ട് പർവ്വതത്തെ യഥാസ്ഥാനത്ത് തന്നെ വെച്ചു. സകല പേരും സന്തോഷാശ്രുക്കൾ ഒഴുക്കിക്കൊണ്ട് ഭഗവാനെ മാറോട് ചേർത്ത് ആലിംഗനം ചെയ്യുകയും ചെയ്തു. അങ്ങനെ അവരെല്ലാം ശിരസിൽ, ഭഗവാന്റെ ശിരസിൽ അക്ഷതമിട്ടുകൊണ്ട് ആശീർവദിച്ചു. അപ്പൊ സ്നേഹാധിക്യത്താൽ യശോദാരോഹിണിമാര് പുത്രനെ മടിയിൽ വെച്ച് സന്തോഷാശ്രുക്കൾ ഒഴുകിക്കൊണ്ട് കെട്ടിപ്പുണർന്നു. ദേവന്മാരോ പുഷ്പവൃഷ്ടി ചെയ്തു. ഭഗവാൻ എല്ലാവരോടും കൂടി വ്രജത്തിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്തു. ഇനി 26-ാമത്തെ അധ്യായത്തിൽ എന്താണ് കൂടി നമുക്ക് നോക്കാം. ശ്രീകൃഷ്ണ ഭഗവാന്റെ ഗോവർദ്ധനം കുടയായി പിടിക്കൽ, അഗ്നിപാനം, കാളീയമർദ്ദനം തുടങ്ങിയ അത്ഭുത ലീലകൾ കണ്ട് ഇപ്പൊ ഗോപന്മാരും ഗോപികളും ഒത്തുചേർന്ന് നന്ദഗോപരുടെ അടുത്ത് വന്ന് ഇങ്ങനെ ചോദിച്ചു: അല്ലയോ നന്ദഗോപർ, ശ്രീകൃഷ്ണന്റെ അത്യത്ഭുതമായ ഓരോ പ്രവർത്തികൾ കാണുമ്പോൾ ഇദ്ദേഹം ഒരു സാധാരണ ആളാണെന്ന് തോന്നുന്നില്ല. കാട്ടിൽ കൂടുന്ന നമ്മുടെ കൂട്ടത്തിൽ ജനിക്കേണ്ടവനല്ല. വെറും 7-8 വയസ്സുള്ള നമ്മുടെ കൃഷ്ണൻ എങ്ങനെയാണ് പർവ്വതത്തെ ഉദ്ധരിച്ച് പിടിച്ചത്? ജനിച്ച 4-ാം ദിവസം ഒരു പിശാചിനെ കൊന്നു. 3 മാസം പ്രായത്തിലല്ലേ ഒരു വണ്ടി ചവിട്ടിപ്പൊളിച്ചത്? ഒരു വയസ്സിൽ കഴിയുന്ന പിറന്നാൾ ദിവസം തൃണാവർത്തനെ കൊന്നു. ഒരിക്കലും വ്രജേശ്വരി കെട്ടാൻ ശ്രമിച്ചപ്പോൾ കയറിന് നീളം പോരാതെ വിഷമിച്ചതും മുലകൊടുക്കുമ്പോൾ ബ്രഹ്മാണ്ടം മുഴുവനും വായിൽ കാണിച്ചതും. അങ്ങനെയുള്ള ഭഗവാന്റെ ഓരോ പ്രവൃത്തികളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അത്ഭുതം തോന്നുന്നു. ഇതിനെല്ലാം പുറമെ അങ്ങയുടെ പുത്രനിൽ ഞങ്ങൾക്കെല്ലാം അനിർവചനീയമായ ഒരു സ്നേഹം കാണുകയും ചെയ്തു. ഇതെല്ലാം എങ്ങനെയാണ് സംഭവിക്കുന്നത്? ശ്രീകൃഷ്ണൻ വാസ്തവത്തിൽ ആരാണ്? അങ്ങയ്ക്ക് വല്ലതും കൃഷ്ണനെ പറ്റി അറിവുണ്ടോ? ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് പറഞ്ഞു തരണം. ഇത് കേട്ട നന്ദഗോപൻ സന്തോഷത്തോടുകൂടി പണ്ട് അഗർഗ മഹർഷി ശ്രീകൃഷ്ണന്റെ ജാതകത്തിൽ എഴുതി വെച്ച മഹാത്മ്യങ്ങളെ വായിച്ചു കേൾപ്പിച്ചു. അത് കേട്ടപ്പോഴോ അവരെല്ലാവരും ശ്രീകൃഷ്ണൻ മഹാവിഷ്ണുവിന്റെ അവതാരമാണെന്ന് തിരിച്ചറിയുകയും ചെയ്യുകയാണ്. അവരെല്ലാം കൂടുതൽ ഭഗവാനെ സ്നേഹിക്കുകയും ചെയ്യും. അജ്ഞാനികളെല്ലാം എന്ത് ചെയ്യാം? കുറച്ചു കഴിഞ്ഞാൽ അവരെല്ലാം മറക്കും. പിന്നെയും ഭഗവാനെ മനുഷ്യഭാവത്തിൽ തന്നെ കാണുവാനും ആക്ഷേപിക്കുവാനും സ്നേഹിക്കുവാനും എല്ലാം തുടങ്ങും. ഇരിക്കട്ടെ, ഇനി നമുക്ക് ഗോവിന്ദാഭിഷേകം എന്നുള്ള ആ കാര്യത്തെയാണ് ദശമസ്കന്ധത്തിലെ 27-ാമത്തെ അധ്യായത്തിലൂടെ വ്യക്തമാക്കുന്നത്. നമുക്ക് ആയതിനെക്കുറിച്ച് ഈ അവസരത്തിൽ ഒന്ന് ചിന്തിക്കാം. എന്താണ് ഗോവിന്ദാഭിഷേകത്തിൽ പറയുന്നത്? വൃശ്ചിക മാസത്തിലെ വെളുത്ത പക്ഷത്തിലെ ഏകാദശി ദിവസമാണ് അതുണ്ടായത്. ഇപ്പൊ ഗുരുവായൂർ ഏകാദശിയും ഗീതോപദേശം നടന്നതും അതേ ദിവസം തന്നെയാണെന്ന് പണ്ഡിതന്മാരായിരിക്കുന്ന ആളുകളെല്ലാം വ്യക്തമാക്കി പോയിട്ടുണ്ട്. ഇവിടെ ശ്രീകൃഷ്ണ ഭഗവാൻ ഗോവർദ്ധനമെടുത്ത് ഗോക്കളെ രക്ഷിച്ചത് കണ്ട് ഏറ്റവും സന്തോഷിച്ച ഗോമാതാവായ സുരഭി വൃന്ദാവനത്തിൽ എത്തിച്ചേരുന്നുണ്ട്. ഇങ്ങനെ ഭഗവാനിൽ അപരാധം പറ്റിയ ദേവേന്ദ്രനും സുരഭിയുടെ കൂടെ വരുന്നുണ്ട്. അപ്പൊ ഏകാന്തമായ ഒരു സ്ഥലത്ത് ഭഗവാൻ അവർക്ക് ദർശനം കൊടുത്തു. രത്നഖചിതമായ കിരീടം ഭഗവത് പാദത്തിൽ സ്പർശിക്കുമാറി ദേവേന്ദ്രൻ സാഷ്ടാംഗ നമസ്കാരം ചെയ്തു. ഭക്തിയോട് കൂടിയിട്ട് സ്തുതിച്ചു. ഐശ്വര്യമതത്താൽ പറ്റിപ്പോയ അപരാധം ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഭഗവാൻ ദേവേന്ദ്രനോട് അങ്ങനെ പറയുകയാണ്. എന്താണ്? സ്വർഗീയങ്ങളായ ഐശ്വര്യങ്ങളാൽ അഹങ്കാരം വർദ്ധിച്ച് അങ്ങേക്ക് എന്നെ അറിയുവാൻ സാധിച്ചില്ല. അഹങ്കാരത്തെ നശിപ്പിച്ച് അങ്ങേ അനുഗ്രഹിക്കാൻ വേണ്ടി മാത്രം ഞാൻ യാഗത്തെ മുടക്കിയതാണ്. ഇതും ഇന്നുള്ളവരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോ എന്താണ്? സാധുജനങ്ങള്, സന്യാസജനങ്ങള് അവര്
അവരുടെ മഹിമയെല്ലാം ഉപേക്ഷിച്ചിട്ടാണ് വാസ്തവത്തില് കാഷായാമ്പര വസ്ത്രവും ധരിച്ച് ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടി സ്വധർമ്മം ആചരിക്കുന്നത്. അവരുടെ മഹിമയുടെ ആഴമളക്കുവാൻ കഴിയാത്ത ദുർബുദ്ധികൾ എന്താണ് അവരെ പല രീതിയിലും ആക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്നുണ്ട്. അതിന് കാരണം അഹങ്കാരമാണ്. നോക്കൂ, ഇവിടെ ആ ഇന്ദ്രനെ അഹങ്കാരം വന്നപ്പോൾ ആ അഹങ്കാരം ശമിക്കാൻ വേണ്ടി ഭഗവാൻ നടത്തിയ ലീലയാണ്. അപ്പൊ നമ്മള് സജ്ജനങ്ങളെ വന്ദിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിലും നിന്ദിക്കാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം അവർക്ക് നിന്ദയും സ്തുതിയുമെല്ലാം ഒരുപോലെ തന്നെയാണ്. അപ്പൊ നിന്ദ ചെയ്യുന്നവരുടെ പാപത്തിന്റെ ഫലമായിട്ടാണ് അവർക്ക് അങ്ങനെ ചെയ്യുവാൻ തോന്നുന്നത്. അപ്പൊ ഏതെങ്കിലും ധാർമ്മികമായ ബോധം ഒത്തിരിയെങ്കിലും അവരിൽ ഉണ്ടെന്ന് വരികയിൽ യാതൊരു കാരണവശാലും സാധുജനങ്ങളെ അവർ യാതൊരു രീതിയിലും ആക്ഷേപിക്കുവാൻ പാടുകയില്ല എന്നും നമ്മൾ ഈ സന്ദർഭത്തിൽ പ്രത്യേകം ഓർക്കേണ്ടതാണ്. ഭഗവാൻ ദേവേന്ദ്രനോട് പറയുകയാണ്, അഹങ്കരിക്കാതെ അവനവന്റെ കർത്തവ്യകർമ്മങ്ങളെ എന്നിൽ അർപ്പിച്ചുകൊണ്ട് ചെയ്യുക, എന്നാൽ എന്റെ പ്രസാദമുണ്ടായിരിക്കും. അങ്ങനെയാണ് ഭഗവാൻ ദേവേന്ദ്രനെ ഉപേക്ഷിച്ചത്. അതുകൊണ്ടല്ലേ ഇവിടെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ളതാണ്, ഈശ്വരന്റെ ഒരു മൂലമന്ത്രത്തെ ഗുരുവിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് ഗുരു ഉപദേശിക്കുന്ന രീതിയിൽ ആ മന്ത്രത്തെ ഉപാസിച്ചുകൊണ്ടും ഭഗവാന്റെ മൂലമന്ത്രം ജപിച്ചുകൊണ്ടും പിന്നെന്താണ് ഗുരു ഉപദേശിച്ചിരിക്കുന്ന ഭഗവാന്റെ സൂക്ഷ്മരൂപത്തെ ധ്യാനിച്ചുകൊണ്ടും അവരവർ ചെയ്യുന്ന ധർമ്മത്തെ ഭഗവാന്റെ പൂജയായിട്ട്, ഈശ്വരന്റെ പൂജയായിട്ട്, ഗുരുവിന്റെ പൂജയായിട്ട് അറിഞ്ഞ് ആദരപൂർവം അത് ആചരിച്ചു പോവുകയുമാണ് ധർമ്മം പ്രായോഗികമാകുവാനുള്ള ഏക ഉപായം. അതല്ലാതെ നമ്മൾ ഏതെങ്കിലും അറിവുകൾ ഏതെങ്കിലും രീതിയിൽ അങ്ങോട്ട് മനസ്സിലാക്കി ആ അറിവിൽ നിന്നും അജ്ഞാനജന്യമായ അഹങ്കാരവും ദുരഭിമാനവും അങ്ങോട്ട് വളർത്തി നമ്മൾ വഞ്ചിത ജനങ്ങളെ നിന്ദിക്കുവാനായിട്ട് ആരംഭിച്ചാൽ അത് നമ്മുടെ സംസ്കാരത്തിന്റെ നാശത്തിന് തന്നെ ഇടയായിട്ട് തീരും. അങ്ങനെ ഒരു കാര്യത്തിന് ആരും ഇടയാകാതിരിക്കുവാൻ നമ്മുടെ ഈ ഭാഗവത ധ്യാനം ശ്രവിക്കുന്നവരെ ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെ ദേവേന്ദ്രൻ ഉപദേശിച്ചു. അപ്പൊ അനന്തരം സുരഭി സന്തോഷാശ്രുക്കളിൽ ഭൂഭാരഹരണത്തിനായി അവതരിച്ച ഭഗവാനെ പറയുകയാണ്, നിന്ദ്രിവടിയാണ് ഞങ്ങളുടെ ഈശ്വരൻ. അവിടുത്തെ ഗോവിന്ദമൂർത്തിയായിട്ട് അഭിഷേകം ചെയ്യുവാൻ ബ്രഹ്മദേവൻ ഉപദേശിച്ചിട്ടുമുണ്ട്. സാക്ഷാൽ കാമധേനു അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ എന്താണ് തന്റെ ദിവ്യമായ പാലുകൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാനെ അവരെല്ലാവരും അവിടെ എന്താണ് സുരഭി മാതാവും അതുപോലെ ദേവേന്ദ്രനും ഭൂമിദേവിയും എല്ലാവരും കൂടി ചേർന്ന് ഭഗവാനെ ഗോവിന്ദ എന്നുള്ള രീതിയിൽ അഭിഷേകം ചെയ്യുകയാണ്. അല്ലെ, ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ എന്ന് പറഞ്ഞ് അവര് ഭഗവാനെ ആ ഗോവിന്ദാഭിഷേകം അങ്ങോട്ട് നിർവഹിച്ചു. അങ്ങനെ ദേവേന്ദ്രൻ ഐരാവതത്തിന്റെ തുമ്പിക്കൈയിനാൽ ഗംഗാജലം കൊണ്ടും അഭിഷേകം ചെയ്തു. ഈ സമയത്തെ തുമ്പുരു നാരദാദികളെല്ലാം ഗോവിന്ദ ഗോവിന്ദ എന്ന് വീണയിൽ പാടി സ്തുതിച്ചു. ദേവന്മാരിൽ പാരിജാത പുഷ്പങ്ങൾ വർഷിച്ചു. ദേവസ്ത്രീകൾ നർത്തനം ചെയ്തു. അങ്ങനെ അത്യത്ഭുതമായി ഗോവിന്ദാഭിഷേകം നടന്നു. സുരഭി സമേതം ഇന്ദ്രാദികളെ സ്വർഗത്തിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. അപ്പൊ ആ ഗോവിന്ദാഭിഷേകത്തിന് ശേഷം നമ്മുടെ വൃന്ദാവനം കൂടുതൽ കൂടുതൽ ഐശ്വര്യത്തെ പ്രാപിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ആ ദശമസ്കന്ധത്തിലെ 27-ാമത്തെ അധ്യായം അവസാനിക്കുകയാണ്.
ചെയ്യുന്നത്. ഇനിയും നമുക്ക് ഈ അധ്യായത്തിൽ തുടർന്നു വരുന്ന ലീലകളെക്കുറിച്ച് കൂടി വിചാരം ചെയ്യുവാനായിട്ട് ആരംഭിക്കാം.